ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 22-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളുമായിട്ട് നമ്മൾ ഓരോ ദിവസവും യാത്ര ചെയ്യുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് ദൈവം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം തരികയാണ്. എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുമൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ജോബ്. ഞാൻ പല ധ്യാനങ്ങളിലും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ജോബിനെ ഇഷ്ടമാണോ? അപ്പോൾ ധ്യാനത്തിന് വന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൈപോക്കും ജോബിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. രണ്ടാമതൊരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ജോബിനെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ ഉയർത്തപ്പെട്ട കൈകളൊക്കെ താഴോട്ട് താഴ്ന്ന് കാണാൻ പറ്റും. ശരിയാ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ജോബിനെ ഏറെ ഇഷ്ടപ്പെടുമ്പോൾ ജോബിൻ്റെ ജീവിതം പോലെ ജീവിക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനങ്ങൾ ഇങ്ങനെ ഓടിയെത്തുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്, നമുക്കത് പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചില സഹനങ്ങൾ, വേദനകളൊക്കെ അനുവദിക്കുമ്പോൾ ജോബിനെ പോലെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറയുക. ചിലരൊക്കെ പറയും, ഞാൻ ചിലപ്പോൾ സിസ്റ്റേഴ്സിനാണെങ്കിലും ആളുകൾക്കാണ് സഹനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പം അവരോട് ഞാൻ ചോദിക്കും, സഹിക്കുന്ന വ്യക്തികളാണ് വിശുദ്ധരായ മറുപടി പറയും. സഹനമില്ലാതെ, കുരിശില്ലാതെ, കിരീടമില്ല, അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും വാദോരാതെ പറയും. അപ്പോൾ സഹനങ്ങൾ ഉണ്ടാകാൻ സഹനത്തിലൂടെയാണ് ഈശോയെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിക്കും, സഹിക്കാനായിട്ട് സഹനങ്ങൾ കിട്ടാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചാലോ? അപ്പോൾ ആരും ഒന്നും മിണ്ടില്ല. നമ്മളെല്ലാം ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ. എന്നാൽ ജോബ് തൻ്റെ ജീവിതത്തിലെ സഹനത്തിൽ ഒറ്റപ്പെടലുകളുടെ സാമ്പത്തികവും ഭൗതികവും എല്ലാ മേഖലകളിലും അവൻ ദൈവത്തെ കാണുകയാണ്. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ അവിടുത്തെ കാണും. അതൊരു വലിയൊരു വചനമാണ്. ജോബ് ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ നിന്നെ തന്നെ കാണും. എനിക്കൊന്നുമില്ല, എനിക്ക് എന്തില്ലെങ്കിലും എന്തൊക്കെ എനിക്ക് നഷ്ടമായാലും എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം എൻ്റെ തൊലി വീണ്ടും കീറി ചലം ഒലിക്കുമ്പോൾ ജോബ് പറയുന്നതാണ് വചനം 7-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ തൊലി വിണ്ട് കീറി ചലം ഒലിക്കുന്നു, എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു, പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു, എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ, എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കില്ല. നമുക്കൊക്കെ തോന്നിയല്ലേ, എപ്പോഴും വലിയ സഹനങ്ങൾ കടന്നു വരുമ്പോൾ എനിക്കിനി ഒരിക്കലും നന്മയില്ലേ, എനിക്കിനി ഒരിക്കലും സന്തോഷമില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീട് ഒരിക്കലും എന്നെ ഇനി കാണില്ലേ? അങ്ങനെ ഒത്തിരി അവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങനെ അവനിങ്ങനെ ഹൃദയ വ്യഥകൾ ഇടയിൽ എന്നിട്ടും ജോബ് പറയുന്ന ഒരു വചനമുണ്ട്, ഒത്തിരി പ്രത്യാശ തരുന്നൊരു വചനമാണ്. നമ്മൾ 7-ാമത്തെ അധ്യായ കർത്താവിൻ നമുക്ക് തന്നത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല, എൻ്റെ ഹൃദയ വ്യഥകൾക്കിടയിൽ ഞാൻ സംസാരിക്കും. ജോബ് പറയുകയാണ്, എൻ്റെ ഹൃദയ വ്യഥകൾക്കിടയിൽ ഞാൻ സംസാരിക്കും, എൻ്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടം പറയാൻ നമുക്ക് ഈശോ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഈശോയുടെ വലിയ കരുണയാണ് ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. നമ്മളൊക്കെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സഹനങ്ങൾ നമുക്ക് വലിയൊരു സന്തോഷം തരുന്നൊരു ദിവസമുണ്ടെന്ന് ആ സ്വർഗരാജ്യത്തിൽ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയൊരു സ്ഥലമുണ്ട്. കർത്താവ് പറയല്ലേ, എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. എത്രയോ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമാണത്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, നമുക്ക് സഹനങ്ങളും സങ്കടങ്ങളും ചിലപ്പോൾ ജീവിതത്തിൽ ആരുമില്ലാത്ത അവസ്ഥകളും ഒറ്റപ്പെടലുകളൊക്കെ വരുമ്പോഴും ഈശോ പറയുന്നൊരു വചനമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. നമ്മളിന്ന് കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ, ഹൃദയ വ്യഥകളിലൂടെ കടന്നു പോകുന്ന മേഖലകൾ ഒരു വിധത്തിൽ ഉത്തരം കിട്ടുന്നില്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ അവസരങ്ങളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഈശോ തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, ഈശോ തരുന്ന വലിയ കൃപകളെ ഓർത്ത്, ഈശോ തരുന്ന വലിയ കാരുണ്യത്തെയൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയും. നമ്മുടെ ഹൃദയ പ്രതിഷ്ഠയുടെ 22-ാം ദിവസത്തിലേക്ക് സ്വർഗം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതോർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുകയാണ്, എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ മകൻ്റെ ഹൃദയത്തിലെ സന്തോഷം ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നു. അമ്മ പറയുകയാണ്, ഇതിനകം പൂർത്തിയായവയെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാം. സ്വർഗത്തു നിന്നുള്ള ദൈവിക കൃപയോടെ തുറവിയുള്ളവരായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാം ഒന്നായിരുന്നാൽ ദൈവ പദ്ധതിക്ക് എതിരായ നാശത്തിന്റെ ആത്തുചുവടായ അഹങ്കാരം ജനിക്കുകയില്ല.
സ്വർഗത്തിന്റെ ദാനങ്ങളുടെ സമൃദ്ധിയുമായി ഞാൻ വരുന്നു. വിലയേറിയ കൃപകൾ ആത്മാവിന് നൽകാൻ പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. പുണ്യങ്ങളുടെ ശോഭയാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ പ്രകാശവലയം ആത്മാവിനെ ധരിപ്പിക്കാൻ, സ്വന്തം ഹൃദയങ്ങൾ എനിക്ക് സമർപ്പിക്കാൻ, സന്നിധിയിൽ വരുന്ന എല്ലാവരുടെയും ശിരസിൽ ഈ പ്രകാശവലയം ധരിപ്പിക്കാൻ ഞാൻ ആശിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ അടയാളമായി ലോകത്തിന് സ്വയം കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ കൈകളിലൂടെ എല്ലാം സാധ്യമാക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് സമർപ്പിക്കണം. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം ദൈവം ഒരുക്കും. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഗൗരവമായതാണ്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ലോകത്തിന് വേണ്ടത്. ഭൂമിയുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും. നരക കവാടങ്ങൾ വാതിലുകൾ അടയ്ക്കപ്പെടും. അവ എടുത്തു മാറ്റപ്പെടും. ഈശോയുടെയും എന്റെയും ഒന്നായ ഹൃദയങ്ങളോട് നിങ്ങളുടെ ഹൃദയങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ഇവ സംഭവിക്കും. അനുരഞ്ജനത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് എൻ്റെ ക്ഷണം. ഇവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് മക്കൾക്ക് രോഗപീഠകളുള്ള ഒരുപാട് മാതാപിതാക്കള്, ജോലിയില്ലാത്തവരും മുന്നോട്ട് കയറിപ്പോകാൻ ഗതിയില്ലാത്തവരും എപ്പോഴും ഒരു വ്യക്തിയോട് പറയുകയാണ്, സിസ്റ്ററെ, ജനിച്ച് അന്ന് തൊട്ട് സങ്കടങ്ങളല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിലൂടെ നിൽക്കുന്ന ഈ തലത്തിൽ ഈശോയുടെ കരങ്ങളിലൂടെ നമ്മളെ കൊടുക്കുകയാണ്. ദൈവിക കൃപയുടെ സമയമാണിത്. കൃപ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ദൈവകരുണയുടെ പാൽപ്പായസം ആവോളം കുടിക്കുക. സ്നേഹസമ്പന്നനായ അത്ഭുത ശക്തിയുള്ള ഒരു പിതാവ് നമുക്കൊരമ്മയെ തന്നു. അമ്മയുടെ സ്പർശനവും തലോടലും ഉളവാക്കുന്ന തരളിമ ആ പിതാവിനെ നന്നായി അറിയാം. നിസ്സീമമായ വിജ്ഞാനത്തിൽ നിന്ന് നമുക്കായി സമാനം സ്വർഗപിതാവ് തെരഞ്ഞെടുത്തു. ഈ അമ്മ ചിരിച്ചപ്പോൾ മകൻ ഈശോയുടെ ഹൃദയം എത്രയെത്ര പ്രാവശ്യം സന്തോഷത്തിൽ ഇളകി മറിഞ്ഞെന്നറിയാമോ നിങ്ങൾക്ക്? ഈ അമ്മയുടെ കരവലയത്തിൽ ദൈവപുത്രൻ സ്വസ്ഥതയും സംരക്ഷണവും കണ്ടെത്തി. അമ്മയുടെ വാക്കുകളും ജ്ഞാനവും. എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവ് നമ്മോട് കാണിക്കുന്നത്. ഈ അമ്മയെ നമുക്ക് തരുമ്പോൾ, വഴി തെറ്റുമ്പോൾ അമ്മ നേർവഴി കാട്ടുന്നു. സന്തോഷത്തിന്റെ സമയത്ത് അമ്മ പുഞ്ചിരി വിതറുന്നു. കഷ്ടത്തിന്റെ കണ്ണുനീർ നിങ്ങൾ പൊഴിക്കുമ്പോൾ അമ്മയും കണ്ണുനീര് പൊഴിക്കുന്നു. അമ്മ നൽകുന്ന പാഠങ്ങൾ ദൈവസ്നേഹത്തിന്റെ വലിയ ദാനങ്ങളല്ലേ? നമുക്ക് ചേക്കാറാൻ ഒരു അമ്മയുടെ ഹൃദയം ഇതാ നമ്മെ പരിപോഷിപ്പിക്കാനും സഹായിക്കാനും അമ്മയുടെ ഉണ്ട് കൂടെ. ഈ അമ്മ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അമ്മയുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പാർക്കാൻ, അമ്മയുടെ വിജയത്തിൽ നമുക്ക് സഹകരിക്കാം. അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ വേദനകളെയും ഭാരങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. നമ്മുടെ സമർപ്പണം നിത്യമായ ഒരു ഐക്യത്തിന് വേണ്ടിയാണ്. ഈ ദൗത്യത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ സസന്തോഷം സ്വീകരിക്കുന്നു. സത്യത്തിന്റെ പ്രകാശം പരത്തുകയാണ് ദൗത്യം. അവജ്ഞയും വെറുപ്പുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതികരണങ്ങൾ. എല്ലാവരാലും കാണപ്പെടേണ്ടതിന് ശക്തമായ പ്രകാശമായി നാം മാറണം. അന്ധകാരത്തിൽ നടക്കുന്നവർക്ക് അവരുടെ പാതയിൽ നാം വെളിച്ചം വിതരണം. സത്യമേതെന്നും അസത്യമേതെന്നും ഈ വെളിച്ചം ദൗത്യമാക്കട്ടെ. നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: നാം പൂർണ്ണ ഹൃദയത്തോടെയല്ല ദൗത്യത്തിൽ പങ്കുപറ്റുന്നതെങ്കിൽ ഒരു പ്രയോജനവും ലഭിക്കുന്നതല്ല. അമ്മയുടെ മഹാവിജയത്തിൽ അചഞ്ചലമായ വിശ്വാസവും മനസ്സിന്റെ ഉറപ്പും നാം കാഴ്ചവെക്കണം. ദിവസവും ഹൃദയങ്ങൾ പരിശോധിച്ച് ആത്മാവിനെ നിശ്ചയദാർഢ്യം ഉറപ്പുവരുത്തുക. ഒരു വ്യക്തി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയായിരുന്നു. പരീക്ഷ എഴുതാൻ പേടി, ഓസ്കി OET ഒന്നും ജയിക്കില്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എല്ലാം തരും. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഈശോ ഇങ്ങനെ തന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് എത്തിക്കുകയാണ്, സിസ്റ്ററെ എന്നെല്ലാം പാസ്സായി, ഈശോ എനിക്ക് എല്ലാം തന്നു. സിസ്റ്ററെ ഈശോയ്ക്ക് നന്ദി പറയണം, സിസ്റ്റർ പ്രാർത്ഥിച്ചതിന് നന്ദി പറയണം. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തർക്കും വേണ്ടി. നമ്മൾ ആരുടെയും പ്രാർത്ഥനയുടെ ബലമല്ല, സ്വർഗം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അപ്പം നമുക്ക് ഈ മേഖലകളിൽ നിന്നെല്ലാം ഒത്തിരി സ്ട്രഗിളിലൂടെ, ജോലിയില്ലാത്ത അവസ്ഥകൾ, അതാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. ഒന്നും ആയിട്ടില്ല. എവിടെ എത്തിയിട്ടും, അമേരിക്കയിലും ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലും ഒക്കെ എത്തിയിട്ടും UK എത്തിയിട്ടും ഇന്ന് രാവിലെ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ബസ്സിൽ യാത്ര ചെയ്ത് ബർമിംഗ്ഹാമിലെത്തി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാർ പാർക്കിലോട്ട് വരുന്ന സമയത്ത് ഒരു ചെറുക്കൻ കൊച്ച്, അവന് ഇങ്ങനെ വണ്ടിയിലോട്ട് കയറാനായിട്ട് വരികയാണ്. എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി കോച്ചെടുക്കാൻ വരുവാ. പെട്ടെന്ന് അവനെ വിളിച്ച്, സിസ്റ്റർ സെഹിയോൻ ഹോളി പിൽഗ്രിമിൽ വചനം പറയുന്ന സിസ്റ്ററാണോ? ഞാൻ പറഞ്ഞു അതെ. മോനെ നീ എവിടെ നിന്ന്? അമ്മ പറഞ്ഞു ഇന്ന സ്ഥലത്ത് സിസ്റ്റർ, ഞാൻ പാലായിൽ നിന്നാണ് എന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. പറയുകയാണ്, ഞാൻ സിസ്റ്ററിൻ്റെ ടോക്ക് കേൾക്കാറുണ്ട്. എനിക്ക് ഒത്തിരി സങ്കടത്തോടെ ഒരു തിരിച്ചു പോകാം. 3 വർഷത്തിന് വീട്ടിലോട്ട് തിരിച്ചു പോയി. ഞാൻ ചെന്നൈ പറ്റി. അവനോട് പറയുകയാണ്, ഞാനിവിടെ MBA പഠിക്കാൻ വന്നതാ സിസ്റ്ററെ, എൻ്റെ ഒരു വിഷയത്തിന് ഞാൻ തോറ്റുപോയി, എനിക്ക് ഒരു വിഷയം കിട്ടിയില്ല. അപ്പോൾ അവരെൻ്റെ വിസ ക്യാൻസൽ ചെയ്ത് എന്നെ നാട്ടിലോട്ട് വിടുവാണ്. എനിക്കിനി അവിടെ പോയിരുന്ന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് എത്രമാത്രം അത് പ്രാക്ടിക്കൽ ആകുമെന്നറിയില്ല. എനിക്ക്
ഞാനിവിടെ വന്നത് PG പഠിക്കാൻ. അവർ പറഞ്ഞു ഡിപ്ലോമ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പടി വിഷമ സിസ്റ്ററെ. എൻ്റെ ഈ തിരിച്ച് വീട്ടിലോട്ടുള്ള പോക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ UK കയറി വന്നതാണ്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഒത്തിരി സങ്കടത്തോടെ ഇന്ന് എയർപോർട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോവുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കളെ. അവൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. എത്രയോ ജീവിതങ്ങൾ പല സ്ഥലങ്ങളിൽ ഒക്കെ എന്നിട്ട് ഒന്നും നേടാൻ പറ്റാതെ വിസ ഇല്ലാതെ ഇന്നിപ്പോൾ രാവിലെ ഒരു കൊച്ചു വിളിച്ചിരിക്കും സിസ്റ്ററെ 60 ദിവസമേ ഉള്ളൂ, എൻ്റെ വിസ തീരുവാണ്, എന്നെ ഓൾറെഡി ടെർമിനേറ്റ് ചെയ്തു, 20 ദിവസം തിരിച്ചു പോകണമല്ലോ, എനിക്കൊരു വിസ കിട്ടണം. സിസ്റ്റർ പ്രാർത്ഥിക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ഈ പിള്ളേരോടും ഇവരോടൊക്കെ എന്താ പറയേണ്ടതെന്ന്. ഗവൺമെൻറ് നിയമങ്ങൾ മാറ്റുമ്പം മാതാപിതാക്കൾ ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി ലോൺ എടുത്ത് മക്കളെയൊക്കെ ഇങ്ങോട്ട് വിട്ടിട്ട് എങ്ങും എത്താതെ വന്നിരിക്കുന്നവരെ സ്റ്റുഡൻറ് വിസായി വന്ന് ഫാമിലി ആയിട്ട് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിസ പുതുക്കാൻ പറ്റില്ല. ജോലി ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോകുന്ന അനേകം മക്കൾ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അവരെല്ലാം നമുക്ക് അമ്മയ്ക്ക് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, അമ്മയുടെ വിജയത്തിൻ്റെ മഹിമയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തട്ടെ. അനുരഞ്ജനത്തിനും ഐക്യത്തിനും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, എൻ്റെ പ്രാർത്ഥന പിതാവിന് സമർപ്പിക്കണമേ. എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്കാൻ ഞാൻ യാചിക്കുന്നു. വെൺമഞ്ഞ് പോലെ അത് കളങ്കമറ്റതാകട്ടെ. ആ മനസ്സിന്റെ തിന്മയെ അത് മാറ്റട്ടെ. ഹൃദയം കൂടുതൽ തുറവിയുള്ളതാകട്ടെ. ഒരു വിനാഴിക പോലും അത് അടയാൻ അനുവദിക്കരുത്. ഹൃദയത്തിന്റെ ആഴങ്ങൾ തുറക്കപ്പെടട്ടെ. ന്യൂനതകൾ ഇല്ലാതാകട്ടെ. എൻ്റെ ഹൃദയത്തിന്റെ ഓരോ അണുവിലും വിജയം സംഭവിക്കട്ടെ. അങ്ങനെ ഞാൻ ലോകത്തിന് കൃപ കൊടുക്കട്ടെ. വചനം പറയാണ്, മത്തായി സുവിശേഷം 7-ാം അധ്യായം 2-ാം വചനം പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പയസ്, ഡോളി, ജോബിള്, മിനി, വിൻസെന്റ്, റെജി, വർഗീസ്, KT ബിജു, ലിൻസി, സജീവ്, ആതിര, ബെന്നി, കർത്താവെ, അന്ന, ജോയെ, ജയമോൾ, ജോണിനെ, മനു തോമസ്, ഈശോയെ ആൻസി മാത്യു, ജോബിൻ ജോസ്, ഈശോയെ ജസ്റ്റിൻ ജോർജിന്റെ നിയോഗം അതെന്താണെങ്കിലും അവിടുന്ന് ഏറ്റെടുക്കണ കർത്താവെ. അഞ്ജു ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാലി ജോൺസനെ സമർപ്പിക്കുന്ന കർത്താവെ. റെജി വർഗീസിനെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ബിനേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണേ. ഈശോയെ ജസീന്ത ജോർജിനെ, ജോസുകുട്ടി ജോസഫിനെ കർത്താവെ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണേ. അപ്പ ഷാൽബി മാർട്ടിൻ, ബിനേഷ്, ഈശോയെ ഓരോ വ്യക്തികൾ, നെമ്മി റോയിയെ കർത്താവെ, ജെയ്മോൻ തോമസിനെ, ഈശോയെ റോജോ ജോർജിനെ, റിജു സിറിയക്കിനെ സമർപ്പിക്കുന്ന കർത്താവെ. മിനി റോബിന്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ. ബിജുവിനെ കർത്താവെ, പ്രസാദ് ജോണിനെ കർത്താവെ അനുഗ്രഹിക്കണേ. ഈശോയെ അൻസു, അന്ന, സാമൂലിനെ, മഹിമ, ജിബിയെ സമർപ്പിക്കുന്ന ഈശോയെ അനുഗ്രഹിക്കണേ. സുദീപ് പുൽപ്പള്ളിയെ സമർപ്പിക്കുന്ന കർത്താവെ. ജോബിൻ ജോസിനെ ഏറ്റെടുക്കണേ. ഈശോയെ കുടുംബത്തെ ഏറ്റെടുക്കണേ കർത്താവെ. ഈശോ ഈ മക്കളെ ഒരു സിറിൽ ആന്റണിയെ കർത്താവെ, ബിന്ദു സജിയെ കർത്താവെ, ആനിസ് വർഗീസിനെ സമർപ്പിക്കുന്ന ഈശോയെ, ബ്രിറ്റി ബോസ്കോയെ സമർപ്പിക്കുന്ന കർത്താവെ, തങ്കച്ചൻ KA സമർപ്പിക്കുന്ന കർത്താവെ, ബെർണഡ് തോമസിനെ സമർപ്പിക്കുന്നു. ബീന തോമസിനെ സമർപ്പിക്കുന്ന ഈശോയെ, രാജി ബിജു ഈശോയെ നിയോഗം ഏറ്റെടുക്കണേ അപ്പാ. ബിന്ദു സജി ഈശോയെ, ബിജു തറപ്പേൽ, ഷീന ഫ്രാൻസിസ്, ആലിസ് ഏലിയാസ് ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവെ. അനുഗ്രഹിക്കണേ കർത്താവെ. നിന്റെ വലിയ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കർത്താവെ. ജെറീന, മെറിൻ, ജോണി ഈശോയെ, സോണിയ ജോൺസൺ, ബിബി മോളെ സമർപ്പിക്കുന്നു. ഈശോയെ ആശ സിബിയെ സമർപ്പിക്കുന്നു കർത്താവെ. ജസ്റ്റിൻ കൂരോപ്പടയെ സമർപ്പിക്കുന്നു. ഈശോയെ റിയാറ്റി വർഗീസിനെ കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥി. മേരി ഡിസൂസ, ഹിമ സാംസൺ കർത്താവെ, മിനി ബിനോളിനെ, ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവെ. അനു ജോയിയെ സമർപ്പിക്കുന്നു. കലയെ സമർപ്പിക്കുന്ന കർത്താവെ. അന്നമ്മയെ സമർപ്പിക്കുന്ന ഈശോയെ. പ്രീതി ഷിജോ ഈശോയെ ഏറ്റെടുക്കണേ. ബാബുവിനെ, നിർമ്മൽ ജോസഫിനെ സമർപ്പിക്കുന്നു. ഫ്രേസിയാമയെ സമർപ്പിക്കുന്ന കർത്താവെ. ജോളി സാമൂലിന്റെ നിയോഗങ്ങൾ ഈശോയെ. സെൽമയും ജോണിനെ, ആദത്തെയും ജിതിനെ ഒക്കെ സമർപ്പിക്കുന്ന കർത്താവെ. ജൂഡിനെ സമർപ്പിക്കുന്നു. ജോളി മത്തായി ഈശോയെ. നെബു ബാബുവിനെ സമർപ്പിക്കുന്ന ഈശോയെ. ജോബി ചെറുപറമ്പിന്റെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ. സിബി ജോൺ ആന്റണിയെ കർത്താവെ. ഷൈനി ബെന്നിയെ സമർപ്പിക്കുന്നു. ലൈസി സന്തോഷിനെ കർത്താവെ. ആൻസി ബോബിയെ സമർപ്പിക്കുന്ന ഈശോയെ. സിയോൺ സഞ്ചാരിയെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ അപ്പ. ത്രേസ്യാമ പീലിയെ കർത്താവെ. ജമ്മ പണിക്കറിനെ സമർപ്പിക്കുന്നു. സണ്ണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ അപ്പ. ബെറ്റി ബോസ്കോയെ കർത്താവെ. സിനിമോളെ സമർപ്പിക്കുന്നു ഈശോയെ. കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നവരെ. പ്രീത മാണിയെ ഈശോയെ. വർഗീസിനെ സമർപ്പിക്കുന്ന ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവെ. ശൈല മാത്യുവിനെ ഈശോയെ. റോഷ്നി ആൽവിനെ, പോൾ ജോസിനെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ ഈശോയെ. കർത്താവെ അവിടുന്ന് ഇറങ്ങി വരണേ ഈ മക്കളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്. രഞ്ജിതയെ സമർപ്പിക്കുന്ന ഈശോയെ. ബിബിമോൾ ബിറ്റോയെ സമർപ്പിക്കുന്നു ഈശോയെ. ജിൻസി ബേസിലിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഇട്ടിവരിയെ സമർപ്പിക്കുന്ന. അനീഷ് എബ്രഹാമിനെ, തോമസ് ചാക്കോയെ സമർപ്പിക്കുന്ന കർത്താവെ. ജോയി ഫിലിപ്പിനെ സമർപ്പിക്കുന്നു കർത്താവെ. സിനി പാപ്പച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈ മക്കളെല്ലാം ദൈവകൃപ ഒഴുകട്ടെ. ഈശോയുടെ നാമത്തിൽ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ ഈ മക്കളെ കർത്താവെ. ധന്യ റോബിനെ സമർപ്പിക്കുന്ന കർത്താവെ. ജെസ്സി ഡാനിയലിനെ, ശോഭ ജോണിനെ സമർപ്പിക്കുന്ന കർത്താവെ. തങ്കം മേരിയെ സമർപ്പിക്കുന്ന ഈശോയെ. മേരി രാജുവിനെ സമർപ്പിക്കുന്നു
കർത്താവെ കരുണയാകണേ അപ്പ, കരുണയാകണേ ഈശോയെ. ഷിജു ജോർജിനെ സമർപ്പിക്കുന്നു ഈശോയെ. ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണേ അപ്പ. ഉല്ലാസനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയാകണേ ഈശോയെ. ഈശോയെ സ്വപ്നയെ സമർപ്പിക്കുന്ന കർത്താവെ, സോജ അലക്സിനെ സമർപ്പിക്കുന്നു യേശുവേ. ഈ മക്കളുടെ മേൽ അവിടുത്തെ വലിയ കരുണയൊഴുകട്ടെ. സിമി ജിനോയെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാവോ? കർത്താവെ മെറീന ടോണിയെ സമർപ്പിക്കുന്നു ഈശോയെ. ഗീത വർഗീസിനെ സമർപ്പിക്കുന്നു ഈശോയെ. കരുണയാകണം ഈശോയെ, കരുണയാകണം. എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവെ തിരുമുൻപിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈശോയെ ബ്ലസ് ചെയ്യണ കർത്താവെ. ഈ മക്കളിലേക്കെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവരിലേക്കെല്ലാം നിറയട്ടെ കർത്താവെ. വിസ നഷ്ടപ്പെട്ടു പോയ മക്കള് ഈശോയെ ഓരോരുത്തരെ ഏറ്റെടുക്കണേ കർത്താവെ. കണ്ണുനീരുകളെ കാണണേ അപ്പ. അശ്വതി അരുൺകുമാറിനെ സമർപ്പിക്കുന്ന കർത്താവെ. രമ്യയെ സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഓരോ മക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ സമർപ്പിക്കുന്ന എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശേഷി എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടെ എന്നെ കാത്തു സൂക്ഷിക്കണമേ കർത്താവെ. ജോമി റോബിൻസിനെ സമർപ്പിക്കുന്ന കർത്താവെ. മോളമ്മ ഷാജിയെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ ഓരോ മക്കളെ അന്ന ജോയെ സമർപ്പിക്കുന്ന കർത്താവ്. എല്ലാ മക്കളുടെയും ഈശോയുടെ കൃപയൊഴുകട്ടെ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പരിശുദ്ധാത്മ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യവന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവ മാതാവേ, ദൈവശരണം എന്ന് പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും
വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഷൈനി ഈ ശുശ്രൂഷയിൽ ഒരു മകന് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് ഒരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും വ്യക്തി നന്ദി പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവെ, മറിയാമ്മ തോമസിനെ സമർപ്പിക്കുന്നു, ബിൻസി വിനോദിനെ സമർപ്പിക്കുന്നു കർത്താവെ, സജി ജോസഫിനെ സമർപ്പിക്കുന്നു, ഷീജ സേവ്യറിനെ സമർപ്പിക്കുന്ന കർത്താവെ, സജി മാത്യു വടക്കേനെ കർത്താവ് നാളെ രാവിലെ അൽജോയുടെ പരീക്ഷയെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു, ആലീസ് ജെയിംസിനെ സമർപ്പിക്കുന്ന കർത്താവെ, തോമസ് ചാക്കോയെ സമർപ്പിക്കുന്നു, അൻവിസ് കെ ഡേവിസിനെ, സിറിൽ സാവിയോയെ സമർപ്പിക്കുന്നു കർത്താവെ, ജിജോ പഴയത്തിന്, അനിത ടാജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവെ, ഈ മക്കളെ ഓരോരുത്തരെ ഏറ്റെടുക്കണേ കർത്താവ്, ഈ മക്കളിലേക്ക് അവിടുന്ന് ചൊരിയുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയും. സന്തോഷ് തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ജോസഫ് ആന്റണിയെ സമർപ്പിക്കുന്നു, ടിജി ജോമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സിനി ബാബുവിനെ സമർപ്പിക്കുന്നു കർത്താവെ, അൻവിസ് കെ ഡേവിസിനെ സമർപ്പിക്കുന്നു. ഈശോയെ ഈ മക്കളെ ഓരോരുത്തരെ, ആന്റണി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ജിജി സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്നു, ബാബു ഫ്രാൻസിസിനെ സമർപ്പിക്കുന്നു, മിനി പൗലോസിനെ, ഷൈബി സാബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മേരി സണ്ണിയുടെ നിയോഗത്തെ ഏറ്റെടുക്കണേ അപ്പ. അന്നമ്മ രാജമ്മ തോമസിനെ സമർപ്പിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവ്. ജെയ്മോൻ തോമസിനെ കർത്താവെ, ടിജി ജോമോനെ സമർപ്പിക്കും, ജിജി സെബാസ്റ്റ്യൻ ഈശോയെ മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ കർത്താവെ. ക്ലീറ്റസ് കെയെ സമർപ്പിക്കുന്നു ഈശോയെ, വിജിത ആനന്ദിനെ സമർപ്പിക്കുന്നു, നിമ്മി ബിജുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ജോമോൻ പി ടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സാന്ദ്ര ജിപ്സനെ കർത്താവെ, ജിപ്സന്റെ വിസായെ ഏറ്റെടുക്കണേ അപ്പ. ജോബി മാത്യുവിനെ സമർപ്പിക്കുന്നു ഈശോയെ, അനുഗ്രഹിക്കണേ കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപയാ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ മാതാവെ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയതോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവെ, തിരുമുൻപിലേക്ക് തോമസ് എബ്രഹാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, മിനി റോബിനെ സമർപ്പിക്കുന്നു, മിനി ബിനോളിനെ സമർപ്പിക്കുന്ന കർത്താവെ, കർത്താവെ തിരുമുമ്പിലേക്ക് ഡയാന ചെറിയാനെ സമർപ്പിക്കുന്ന കർത്താവെ, ഷിജു ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ. ഡിനി വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഏറ്റെടുക്കണേ അപ്പ. ജിൽസു കുടക്കാശ്ശേരി ജേക്കബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, അനുഗ്രഹിക്കണേ ഈശോയെ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ, എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ഷെറിൻ ഡേവിഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, റെജി കെ ജോയിയെ സമർപ്പിക്കുന്ന കർത്താവെ, കൊച്ചിന് നല്ല സാലറിയുള്ള ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മഹിമ ജിബിയെ ജിഷ ജോയിയെ സമർപ്പിക്കുന്ന കർത്താവെ, മറിയാമ്മ തോമസിനെ, പീറ്റർ വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ, അമ്പിളിയുടെ എൻക്ലക്സാറിന് എക്സാം
അബ്രഹാമിനെ ഏറ്റെടുക്കണം ഈശോയെ. ബീന വർഗീസിനെ സമർപ്പിക്കുന്നു ഈശോയെ. ഓരോ മക്കളെ നിയോഗങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് വലിയ ഉപകാരമാണ്. നിങ്ങൾ ഇത്രയും പേരോട് ഷെയർ ചെയ്യും, മറ്റുള്ളവരിലേക്ക് അത് എത്തും. അവർ കൂടി ഇപ്പോൾ ഇവിടെ പങ്കെടുക്കാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഈശോയെ അനുഗ്രഹിക്കണേ. താവേ അനീഷ് മാത്യുവിന് ഒരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ ഈശോയെ. പരിശുദ്ധ മാതാവെ, വിശുദ്ധിയിൽ നിലനിൽപ്പെന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ജ്യോതി ജോബിനെ സമർപ്പിക്കുന്നു, റീന ജോസഫിനെ സമർപ്പിക്കുന്നു കർത്താവെ, സെബിൻ മാത്യുവിനെ സമർപ്പിക്കുന്നു കർത്താവെ, മിനി ജോസ് ഫിലിപ്പിനെ സമർപ്പിക്കുന്നു കർത്താവെ, തിരുമുമ്പിലേക്ക് ബിന്ദു സ്റ്റീഫനെ സമർപ്പിക്കുന്നു, അമ്മിണി വർഗീസിനെ സമർപ്പിക്കുന്നു കർത്താവെ, ജിഷ ജോയിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവെ, അനുസ്മരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. ഈശോയെ, തിരുമുമ്പിലേക്ക് ജ്യോതി ജോബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സജിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഷെറിൻ ഡേവിഡിനെ ഈശോയെ, സിനി പാപ്പച്ചനെ, പ്രൈഗി ബോബനെ സമർപ്പിക്കുന്ന ഈശോയെ, റീമ റോബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, അനീഷിന്റെ വിവാഹം നടക്കാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ സമയത്ത് തിരുമുൻപിലേക്ക് ആൽഫി പ്രസാദനെ സമർപ്പിക്കുന്നു കർത്താവ്. വിവാഹം നടക്കാത്ത മക്കള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, ജോലിയില്ലാത്ത ജീവിത പങ്കാളിയോർത്ത് ഭാരപ്പെടുന്നവര് ഈശോയെ, മക്കൾക്ക് ജോലിയില്ലാത്ത അവസ്ഥകള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കർത്താവെ, ലോകം മുഴുവനും സങ്കടപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കണം കർത്താവെ. സോണി ജേക്കബിനെ സമർപ്പിക്കുന്ന കർത്താവ്, മനു ഫിലിപ്പിനെ സമർപ്പിക്കുന്നു, ലീജ ബിജുവിനെ സമർപ്പിക്കുന്നു ഈശോയെ. ഏറ്റെടുക്കണം ഈശോയെ, ഏറ്റെടുക്കണം. ജിജി സെബാസ്റ്റിന് കർത്താവെ, ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. IELTS, OET, CBT, ഓസ്കി പരീക്ഷ എഴുതുന്ന മക്കള്, PT പരീക്ഷ എഴുതുന്ന മക്കള് ഈശോയെ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈശോയെ, അനുവിനും ജയ്മോനും കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, ജാൻസിയെ സിജുവിനും കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവ്. ഈ സമയത്ത് ഈശോയെ, സിബിച്ചേട്ടനെ, സാലിച്ചേച്ചിയെ, മക്കളെ രണ്ടുപേരെയും പ്രത്യേകിച്ച് ഈശോയെ, ഉണ്ണിയുടെ പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയത്ത് ബില്ലിയേട്ടനെ, അൻസിച്ചേച്ചിയെ, മക്കളെ രണ്ടുപേരെ, അജയും അമലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. തിരുമുൻപിലേക്ക് ബെറ്റിച്ചേച്ചിയെ, ലാലിയേട്ടനെ, മക്കളെ 3 പേരെ ഈശോയെ, പ്രത്യേകമായിട്ട് ചക്കരയെ സമർപ്പിക്കുന്ന കർത്താവെ, സോനുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പൊന്നുവിനെ ഏറ്റെടുക്കണം ഈശോയെ. തിരുമുമ്പിലേക്ക് ലിഷയെ, റിജോയെ, മക്കളെ ഓരോരുത്തരും ഈശോയെ കർത്താവെ, പയസനെ, തെരസനെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവെ. തിരുമുൻപിലേക്ക് മനോജിനെ, തോമസേട്ടനെ, മാത്തച്ഛനെ, ബിനുവിന്റെ കൈവേദന ഈശോ ഏറ്റെടുക്കണം ഈശോയെ. തോമസേട്ടനെ പൂർണ്ണ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന്, സൗഖ്യം കൊടുക്കണേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. തിരുമുമ്പിലേക്ക് ഷെർലി ചേച്ചിയെ സമർപ്പിക്കുന്ന കർത്താവെ, ജെറിച്ചേട്ടനെ, സുനിയെ സമർപ്പിക്കുന്ന ഈശോയെ, ബിക്കിയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഈ ചേച്ചിയെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ ഈശോ. ജാക്കലിൻ ചേച്ചിയെ, കുടുംബത്തെ, മക്കളെ രണ്ടുപേരെ സമർപ്പിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണം ഈശോയെ. തിരുമുമ്പിലേക്ക് ജോൺ ചേട്ടനെയും കുടുംബത്തെ സമർപ്പിച്ചോയെ, അനുവിനെയും കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, സെബിനെ കുടുംബത്തെ ഈശോയെ, കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ ഈശോയെ. ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആദര ബെന്നിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോരുത്തർ ഈശോയെ, ജോബിയെ, ജോജോയെ സമർപ്പിച്ചു, സിബിച്ചേട്ടന്റെ കൊച്ചിനെ പ്രത്യേകം, കൊച്ചിന് കൊടുക്കുന്ന സൗഖ്യങ്ങളോർത്ത് നന്ദി പറയുന്ന കർത്താവ് ഈശോയെ. ഈ സമയത്ത് അനേകം മക്കൾ, ലോകം മുഴുവനുള്ള മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന ഹെസദ് കർത്താവെ സമർപ്പിക്കുന്ന കർത്താവ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി കവൻട്രിയിലുള്ള ധ്യാനത്തെ സമർപ്പിക്കുന്നു കർത്താവെ. തിരുമുമ്പിലേക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന കർത്താവെ, ഓൺലൈൻ പ്രവാശക്തി നേതൃത്വം നടക്കുന്ന ഓൺലൈൻ ധ്യാനത്തെ സമർപ്പിക്കുന്നു ഈശോയെ. ശോഭി ജോർജിനെ സമർപ്പിക്കുന്നു, ഇഷ ജോസഫിനെ സമർപ്പിക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണ കർത്താവ്. എല്ലാ പ്രാർത്ഥനകളും ഏറ്റെടുക്കും ഈശോയെ. ഹിമയ്ക്ക് ഒരു ജോലി കൊടുക്കണം ഈശോയെ. കുടുംബത്തെ ഏറ്റെടുക്കണം ഈശോയെ. കർത്താവ് ഒരു വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു ഈശോയെ. നീ ഇന്ന് ഈ രാത്രി
ഇടപെടണേന്ന് പ്രാർത്ഥിച്ചോ. ജിഷ ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ, അമൽ മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, നന്ദി പറയുന്ന ഈശോയെ. പരിശുദ്ധ കന്യകാമറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ചൊരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണേ. പ്രിയപ്പെട്ട എൻ്റെ അമ്മേ, സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകി ഉപകാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ. അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവി എന്നെ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. കർത്താവെ, ബിബിമോൾ വിറ്റോയ്, ആശ സിബിയെ സമർപ്പിക്കുന്നു. ജോളി ബേബി ജോളിയെ സമർപ്പിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ അപ്പ. ജോല മാർട്ടിനെ സമർപ്പിക്കുന്നു. ഈശോയെ ബോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ ഷൈനെ സമർപ്പിക്കുന്നു. ഈശോയെ ജിൽസ സിജുവിനെ സമർപ്പിക്കുന്നു. ഈശോയെ മിനി ജോൺ അലക്സിനെ സമർപ്പിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ. ഈശോയെ എല്ലാ രോഗികളെ കർത്താവെ, അമ്മു ജോർജിനെ ഈശോയെ കരുണയായിരിക്കണേ. ഈശോയെ ഓരോരുത്തരുടെയും മേൽ ഈശോയുടെ കൃപ ഒഴുകട്ടെ. ഈശോയെ മക്കളില്ലാത്ത ദമ്പതികൾ കർത്താവ്, എല്ലാ മക്കളും ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയെ സ്തുതിക്കാം, നമുക്ക് ഈശോയെ ആരാധിക്കാം. ജോബി ഇമാനുവലിന്റെ കുടുംബത്തെ സമർപ്പിക്കാം. കർത്താവെ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ ഈശോയെ. ഡാലിയ റോബിയെ സമർപ്പിക്കുന്നു. ഈശോയെ എല്ലാ മക്കളുടെയും കണ്ണുനീരുകളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, പിങ്കി ടോംസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിങ്കിയുടെ എല്ലാ നിയോഗങ്ങളെ ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണേ. കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണേ. എൻ്റെ പൊന്നു കർത്താവെ, പരിശുദ്ധാത്മാവായ ദൈവമേ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വലിയ ശക്തിയുടെ അഭിഷേകം, കർത്താവെ, നിന്റെ വലിയ ശക്തിയുടെ അഭിഷേകം ഈശോയെ അവിടുന്ന് കൂടെ ആയിരിക്കണേ. ഈശോയെ അവിടുന്ന് കൂടെ വസിക്കണേ. കർത്താവെ, കരുണയായിരിക്കണം. നിസി വർഗീസിന്റെ നിയോഗങ്ങളെ ഈശോയെ സമർപ്പിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്ത മക്കൾ, ഈശോയെ ക്യാൻസർ രോഗികളെ ഈശോയെ സമർപ്പിക്കുന്നു. കർത്താവെ, വിൽസൺ ഫ്രാൻസിസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ദിവസങ്ങളിൽ +1 +2 GCSE A ലെവൽ എൻട്രൻസ് എക്സാം ഈശോയെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളൊക്കെ സമർപ്പിക്കുന്നു. ഈശോയെ മിനി ജിജോയുടെ കുടുംബത്തെ സമർപ്പിക്കുന്നപ്പ, ജയമലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണം. ഈശോ എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ കൃപ ഒഴുകി ഇറങ്ങട്ടെ. കർത്താവെ, സഹനങ്ങൾ നിന്നെ കണ്ടുകൊണ്ട് നിന്റെ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. കർത്താവെ, സഭയെ സമർപ്പിക്കുന്നു. ഗ്രേപ്പട്ടൻ രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥി. അഭിവന്യ പിതാവിനെ, സഭയുടെ എല്ലാ ബുദ്ധിമുട്ടുകളെ കർത്താവ് പ്രത്യേകമായിട്ട് കർത്താവ് ഈ സമയത്ത് അഭിവന്യ പിതാവിനെയും വികാരങ്ങൾ അച്ഛന്മാരും വൈദികർ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദേവാ കോശിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോയെ, എല്ലാ സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്ന അപ്പ ഈശോയെ കരുണയായിരിക്കണം. ഈശോയെ ബീന ബെൻസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാ മക്കളും വിശ്വസിക്കട്ടെ. ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വിളിച്ചേ, എല്ലാ മക്കളും വിളിച്ചേ. കർത്താവേ, നാഥനേ, യേശുവേ, രക്ഷക കർത്താവേ, നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഡോൺ തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ബീന സക്രിയായെ സമർപ്പിക്കുന്നപ്പാ. ഈശോയെ ഓരോ മക്കളുടെ നിയോഗങ്ങളിലേക്ക്, ഈശോയെ രോഗികളായിട്ടുള്ള വ്യക്തികൾ, ഈശോയെ മക്കളെ കുറിച്ച് ആകലപ്പെടുന്ന മക്കൾ, ജോലിയില്ലാത്തവർ, ഈശോയെ കണ്ണുനീരോടെ നിന്റെ മക്കളിലേക്ക് എല്ലാ മക്കളെ ഉയർത്തുകയാണ്. ഈശോയെ കർത്താവെ, എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കുന്ന കർത്താവെ, ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി എല്ലാ മക്കളും അധ്വാനിക്കാൻ ഈശോയെ ഈ യുക്ക രാജ്യത്തെ മുഴുവൻ, യുക്ക രാജ്യയുടെ നാനാഭാഗങ്ങളെ സമർപ്പിക്കുന്നപ്പാ. യൂറോപ്പ് രാജ്യങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു. ഈശോയെ റെജി ബെന്നിയെ സമർപ്പിക്കുന്നു. ഈശോയെ ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, ഈശോയെ ന്യൂസിലൻഡ് ആണെന്നും ഈ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ വിളിച്ചു പാടി പ്രാർത്ഥിച്ചേ. ഈശോയെ ജെയിംസ് PJയെ സമർപ്പിക്കുന്നപ്പ, കെസ് തോമസിനെ സമർപ്പിക്കുന്നു. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ വിളിച്ചേ. ഈശോയെ ദീപ ജേക്കബിനെ സമർപ്പിക്കുന്നപ്പാ. ഓരോ മക്കളെ ഈശോ ഏറ്റെടുക്കട്ടെ. ഈശോയെ കരുണയാകണേ. ഈശോയെ ബീനാമ ബാബുവിനെ സമർപ്പിക്കുന്ന കർത്താവേ,
ജോഷി ജോബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ ആരാധന, അങ്ങേക്കാരാധന. ഈശോയെ എല്ലാ മക്കളെ സാജു സേവ്യറിനെ സമർപ്പിക്കുന്ന കർത്താവേ, സഭയുടെ എല്ലാ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈശോയെ നടക്കാൻ പോകുന്ന വലിയ നോമ്പിന്റെ ധ്യാനത്തെ കർത്താവേ നീ ഇങ്ങോട്ടേക്ക് അയക്കുന്ന ഞങ്ങളുടെ 14 അച്ഛന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയട്ടെ. ബാബു ജോർജിനെ സമർപ്പിക്കാം. ഈശോയെ ഏറ്റെടുക്കണം. ഈശോയെ എന്റെ ഈശോയെ ഏറ്റെടുക്കണം. ഈശോയെ വലിയ അനോയിന്റിങ് ഉണ്ടാവട്ടെ. ഈശോയെ ഷൈനെ സമർപ്പിക്കുന്ന അപ്പ, സെബാസ്റ്റ്യൻ ജോളിയെ സമർപ്പിക്കുന്നു ഈശോയെ. ഈശോ കർത്താവെ അനുഗ്രഹിക്കണം. ഈശോയെ ജോഷി ജോബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ റൂബിയെ സമർപ്പിക്കുന്ന അപ്പ, അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ മിനി ജോൺ അലക്സിനെ സമർപ്പിക്കുന്ന അപ്പ, എന്റെ ദൈവമേ ഓ എന്റെ കർത്താവേ ആരാധന, അങ്ങേക്കാരാധന. ഫാദർ എഡ്വിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഓ എന്റെ ദൈവമേ ഓ എന്റെ കർത്താവേ ആരാധന, അങ്ങേക്കാരാധന. ഈശോയ്ക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ ലൈസ കേദിയെ സമർപ്പിക്കുന്ന അപ്പ, കുഞ്ഞിന്റെ അസുഖത്തെ ഏറ്റെടുക്കും. മനോജ് മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ കരുണയാകണം. ഈശോ എല്ലാ മക്കളെ സമർപ്പിക്കാം. ഓരോ വ്യക്തികളും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കട്ടെ. ഈശോ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഒരു ദൈവമാണ്, നമ്മളെ തള്ളിക്കളയാത്തൊരു കർത്താവ്. അനുഗ്രഹങ്ങളുടെ വലിയ നിറവ് നമ്മുടെ ജീവിതത്തിലോട് ചൊരിയുന്ന കർത്താവ്. ഈശോയെ ബിജു ആന്റണി പോളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്മറയ തോമസ് ക്രിസ്റ്റോയെ സമർപ്പിക്കുന്നു. ഈശോ കൊച്ചിന്റെ പരീക്ഷ, ഈശോയെ പരീക്ഷ കൊള്ളോട്ട് കയറുമ്പോൾ ഈശോയെ ആ കുഞ്ഞിന് വലിയ ഭയമാണ്. ഈശോ ഇന്ന് ദിവസം അവന്റെ ഭയം എടുത്തു മാറ്റണേ അപ്പ. ബിജു ആന്റണി പോളിനെ സമർപ്പിക്കുന്നു. ഈശോയെ കരുണയാകണേ. ഈശോയെ ഈശോയെ നീ കൂടെയാകണേ അപ്പ. ജിയ മോളെ ഏറ്റെടുക്കണേ. ഈശോയെ ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളിലേക്കും വലിയ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയ്ക്ക് നമ്മളെ തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് ഉപകാരമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റുള്ളവർ കൂടി അത് പങ്കെടുക്കാൻ പറ്റും. ഷിബി മാത്യുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ജിജി സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് ഇറങ്ങി വരണേ അപ്പ. ഈശോയെ ഇറങ്ങി വരണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദിവസം പ്രത്യേകമായിട്ട് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ഏതാനും വചനങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ വലിയ പ്രതിസന്ധി, കർത്താവെ പരീക്ഷ എഴുതുന്ന മക്കള് ഇവരൊക്കെ സമർപ്പിക്കണം. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്ത മക്കൾ, ബിസിനസ് തകർന്നു പോയി, ഇവരൊക്കെ ഓർക്കുന്നു ഈശോയെ. കർത്താവെ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ വലിയ ഇടപെടലുകൾ ഞങ്ങൾ കാണും ഈശോയെ. അത് ഞങ്ങൾ കാണും, ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈശോയെ. കർത്താവ് എല്ലാ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയുടെ വലിയ കൃപ നിറയട്ടെ. നമ്മുടെ തകർച്ചകൾ, പ്രതിസന്ധികൾ, വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകും. ഈശോയുടെ വചനം പറയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-11 വചനങ്ങളിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി. അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനോട് പറയാം, കർത്താവെ ഞങ്ങളെ ഏറ്റെടുക്കണം. ഈശോയെ പ്രിൻസി ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ നീ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ കരുണയാകണം. ഈശോ ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ കർത്താവെ അങ്ങയുടെ വലിയ കരം നീട്ടി കർത്താവ് ഇന്ന് രോഗപീഠകളിലൂടെ കടന്നു പോകുന്നു, സകലങ്ങളിലൂടെ കടന്നു പോകുന്നു. വിവാഹം നടക്കാത്ത മക്കൾ ഇവരെല്ലാം സമർപ്പിക്കണം. ഈശോയെ ബിനു തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വചനം, രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. കർത്താവായ യേശുവേ, ഇന്ന് ഈ ശുശ്രൂഷ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളും, റെനു വിവേക്, റിജോമോൻ MJ യേശുവയെ സമർപ്പിക്കുന്നു. കർത്താവെ ജോളമ്മ ചെറിയാൻ, സുജാ തോമസ് ഈശോയെ സമർപ്പിക്കുന്നു.
ഈശോ ഇവരോരോരുത്തരും കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികൾ, സഹനത്തിന്റെ തീച്ചൂളയെ സമർപ്പിക്കുകയാണ്. അപ്പാ ജോയി കൊച്ചിയെ സമർപ്പിക്കുന്ന കർത്താവേ, സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്ന് കർത്താവേ, ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ കർത്താവേ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, വിടുതലുകൾ ഉണ്ടാവട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സഹനവേളയിൽ ശക്തി പ്രാപിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണേ. ഈശോയെ ക്രിസ്ത്യൻ തോമസിനെ സമർപ്പിക്കുന്നു. ഈശോയെ കുഞ്ഞിന്റെ മേൽ വലിയ പരിശുദ്ധാത്മാവ് നിറയട്ടെ അപ്പാ. ഈശോയെ ഞങ്ങളുടെ മക്കളെല്ലാം പരീക്ഷ എഴുതി പഠിച്ച് നല്ല എത്ര ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മക്കളുടെ സ്വഭാവത്തിൽ എവിടെയൊക്കെയോ കർത്താവെ പ്രശ്നങ്ങൾ കാണുകയാണ്. ഈശോയെ കരുണയാകണേ, ഈശോയെ കരുണയാകണേ. കർത്താവെ ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനം ഞങ്ങൾ വായിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈശോയെ പുറപ്പാട് 14:14 ഞങ്ങളോട് വചനം പറയും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവരെയും സമർപ്പിക്കാം. ലീന ജോഡ്സണെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 50:15 വചനം പറയുകയാണ്, അനർത്ഥകാലത്തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വചനം പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോട് പറയാം. സങ്കീർത്തനം 55:22 വചനം വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈശോയെ ലാൻസി ജോബിയെ സമർപ്പിക്കുന്ന ഈശോ, സജി വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ ജെറമിയായിലൂടെ അവിടെ ഞങ്ങളോട് പറയുകയാണ്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, റോമ 10:13 വചനം പറയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവേ, ഇന്ന ദിവസം വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളുമായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരണേ. കർത്താവെ, നീ വലിയ അത്ഭുതങ്ങളുമായി ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരണേ അപ്പാ. എല്ലാ മേഖലകളെ സമർപ്പിക്കാം. ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ യുവജനങ്ങൾ, തെറ്റായ സ്നേഹബന്ധത്തിൽ കടന്നു പോകുന്ന നമ്മുടെ യുവജനങ്ങൾ, യേശുവേ കരുണയോടെ കടാക്ഷിക്കണേ കർത്താവെ. ഈശോയെ ഏറ്റെടുക്കണം. ഈശോ കർത്താവെ സ്തുതിക്കുന്ന ഹാലളിയ 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 ഹാലളിയ. യേശുവേ അവിടുന്ന് ഇടപെടണേ അപ്പാ. ഈശോയെ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ ഈശോയുടെ നാമത്തിൽ. വചനം പറയാണ്, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഈശോയെ കർത്താവേ കരുണയാകണേ. ഈശോയെ ഈശോയെ കരുണയാകണേ അപ്പാ. ഈശോയെ 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 ബലമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയോടെ കടാക്ഷിക്കണേ. ഈശോയെ നിലവിളി കേൾക്കുന്ന കർത്താവെ എല്ലാ മേഖലകളെയും ഈശോയ്ക്ക് കൊടുത്ത് നമ്മൾ കർത്താവിൻ്റെ വലിയ കരുണ ചോദിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. ഈശോ നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയെ റോബിൻ തോമസിന് പ്രത്യേക നിയോഗത്തെ സമർപ്പിക്കുന്നപ്പ. ഈശോയെ റോയി ജോസഫിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നമുക്ക് ഈശോയ്ക്ക് നമ്മളെ തന്നെ കൊടുക്കും. നമ്മുടെ വേദനകളും നമ്മുടെ കണ്ണുനീരുകളും സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത്. ഈശോയെ ഇന്നേ ദിവസം ജിം ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, സാലി സെബാസ്റ്റിനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അനിതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഷൈലി ആൻഡോയെ സമർപ്പിക്കുന്നു. ഈശോയെ അന്നമ്മ ജേക്കബിനെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ കണ്ണുനീരുകളിലേക്ക് ഈശോ ഇറങ്ങി വരണം. എല്ലാ മക്കൾ ഈശോയിലേക്ക് നോക്കി ഈശോട് പറയാം കണ്ണുനീരോടെ, ഈശോട് പറയാം, ഈശോയെ എന്നെ തൊടണേ, എന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കണേ. ഈശോയെ കുരിശിലേക്ക് കെട്ടിപ്പിടിച്ച സങ്കടങ്ങളെ ചേർത്ത് വെച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. ഈശോയെ കെട്ടിപ്പിടിച്ച് വേദനകളെ കൊടുത്ത് ഷെറിൻ ഡേവിഡിനെ സമർപ്പിക്കാം. ഈശോട് പറയാം, യാചനകളും സങ്കടങ്ങളും കേൾക്കണേ അപ്പാ. കണ്ണുനീരുകളെല്ലാം ഏറ്റെടുക്കണേ ഈശോയെ, വേദനകളെല്ലാം ഏറ്റെടുക്കണേ ഈശോയെ. കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും, കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവേ എല്ലാ മേഖലകളിലേക്ക് യേശു ഇറങ്ങി വരട്ടെ.
ഈശോയെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ജോഷി ജോബിനെ സമർപ്പിക്കുന്ന കർത്താവേ, കുടുംബത്തിന്റെ കടബാധ്യതകൾ, രോഗപീഠകൾ, ഈശോയെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത മക്കള്, ഈശോയെ സൗഖ്യവും നൽകണമേ. ഈശോട് പറഞ്ഞേ, ഈശോട് പറയാ നമ്മുടെ കുടുംബത്തിലേക്ക് യേശുവേ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഈശോയെ ഈശോയെ നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ജോൺ വിറ്റിയെ സമർപ്പിക്കുന്നപ്പ, സെറിൻ ബോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ കടബാധ്യതയുടെ മക്കള് രോഗപീഠയിലായിരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തത്, മനം തകർന്നു പോയവർ, ഈശോയെ ഭയപ്പാടിലായിരിക്കുന്നത്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്, ഈശോയെ ഏറ്റെടുക്കണം. ഈശോയെ VS ശിവകുമാറിനെ സമർപ്പിക്കുന്ന കർത്താവേ, ജോൺ സി കുടിലിനെ സമർപ്പിക്കുന്ന ഈശോയെ, പ്രിൻസി മാത്യുവിനെ സമർപ്പിക്കുന്ന കർത്താവേ, ദയാനിയെ ഷാജി ഏബലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഷീജ തോമസിനെ സമർപ്പിക്കുന്നു. ഷിനു ജോബിയെ സമർപ്പിക്കുന്നു. ഈശോയെ ഈശോയെ വന്നിടണേ, നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. അജിത ജേക്കബിനെ സമർപ്പിക്കുന്നപ്പ, കരഞ്ഞു കരഞ്ഞു ഞാൻ അളന്നിടുമ്പോ കരമേടിച്ചുയർത്താനി വരേണമേ, നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, ഷെബിനെ സമർപ്പിക്കുന്ന കർത്താവേ, ബിൻസി ബിൻസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ബിൻസി ജോബിയെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ മക്കളുടെയും യാചനകൾ കേൾക്കട്ടെ. മോളി കണ്ടത്തിലിനെ സമർപ്പിക്കുന്നു. ഈശോയെ ഓരോ വ്യക്തികളെ ഏറ്റെടുക്കണം. ഈശോയെ യാചന കേൾക്കണം. ഈശോട് പറഞ്ഞേ, ഈശോയെ എന്റെ യാചന കേൾക്കണേ അപ്പാ. ലൂബ് ടെറൻസിനെ സമർപ്പിക്കുന്ന ടെറൻസ് ആന്റണിയെ, ഈശോയെ ഷൈനി ജോസിനെ, ബിൻസി ജോർജിനെ സമർപ്പിക്കുന്ന അപ്പാ. ഈശോയെ യാചന കേൾക്കണേ, യാചന കേൾക്കണം. ഈശോ ബിജോ പോളിനെ, സാലിയെ, കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈശോയെ യാചന കേൾക്കണം. ഈശോയെ 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 കരുണയാകണം. ഈശോയെ എല്ലാ മക്കളുടെയും വേദനകളെ, കണ്ണുനീരുകൾ ഒരിക്കൽ കൂടി നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ വഴി ഈ മൂലകൃതയ പ്രതിഷ്ഠയുടെ 22-ാം ദിവസം ഇവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് അവിടുത്തെ വലിയ കൃപ ഒഴുകപ്പെടാൻ, വലിയ അനുഗ്രഹങ്ങൾ ഒഴുകപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത നമ്മളെ കൈവിടില്ല പ്രിയപ്പെട്ടവരെ. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ ഇന്നേ ദിവസം കർത്താവെ അനേകം മക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ ദൈവത്തെ ഞാൻ കാണുമെന്ന് പറഞ്ഞ ജോബിനെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് ഈശോയുടെ വലിയ കാരുണ്യത്താൽ ഇവിടെയൊക്കെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സഭയെയും സഭാ സമൂഹത്തെയും പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
ശംസിഹാടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ഷെയർ ചെയ്യുക, മറ്റവരോട് അതിൽ പങ്കെടുക്കട്ടെ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. വീണ്ടും നാളെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 23-ാം ദിവസം നമ്മൾ പ്രവേശിക്കും.